കാസർഗോഡ് ജില്ലയിലെ നാട്ടിൻപുറങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ്. അപ്പോൾ ഞാനൊരു പാർട്ട് 3 പോർഷൻ വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ട് 4 കാണാം. നമ്മളെ നാട്ടിലെ സ്ഥലങ്ങൾ മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിൽ തന്നെ ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞതിൻ്റെ കുറച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടും. കാസർഗോഡ് ജില്ലയിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിൽ ജനിച്ച ഞാൻ ഇത്രയും ചെറിയൊരു ജില്ലയായിട്ട് പോലും എത്രമാത്രം നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു എന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകളുടെയും ഉത്തരം നോ ആയിരിക്കണം. ഇന്നത്തെ ജനറേഷൻ കൂടുതലും നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ്. ബാക്കി എല്ലാ ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ കാസർഗോഡുള്ളവർ ഭയങ്കര ലക്കിയാണ് കേട്ടോ. നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇന്ന സ്ഥലങ്ങളിൽ പോകണം, അല്ലെങ്കിൽ കൊച്ചിയിലായാലും മറൈൻ ഡ്രൈവ് പോകണം, ഇവിടെ പോകണം, അങ്ങനെ കുറേ സ്പോട്ടുകൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷെ നമുക്കങ്ങനെയല്ല. തുലാം 10 നമ്മളെ തെയ്യം തുടക്കം കുറിച്ചാൽ കാസർഗോഡ് ജില്ലയിൽ ഇവിടെ ലാസ്റ്റ് നമ്മുടെ നീലേശ്വരം കാവിൽ കലശം ആവുന്നത് വരെ നാട്ടിലെ ഓരോ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കാവുകളിലും എല്ലായിടത്തും തെയ്യക്കെട്ടും ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും എല്ലായിടത്തും ഇതുപോലെ പ്രോഗ്രാംസ് ഉണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും എപ്പോഴും വിസിറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ശരിക്കും നമ്മൾ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ എപ്പോഴും ഓരോ സ്ഥലങ്ങളിൽ പോകാനുള്ള പ്രോഗ്രാം നമ്മുടെ നാട്ടിലുണ്ട്.